സർ നമസ്കാരം. നമസ്കാരം. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളാണെന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അന്ന് മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന ക്യാബിനറ്റ് ബസ്, നവകേരള ബസ് എന്ന ഓമന പേരിട്ട് വിളിച്ചിരുന്ന ആ യാത്ര തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് തുടരുന്നതിനിടയിൽ എവിടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും കരിങ്കൊടി കാണിക്കുകയായി. ഈ കരിങ്കൊടി കാണിച്ചതിന്റെ പുറകിലുള്ള വികാരം, ഖജനാവിൽ 5 പൈസയില്ലാതെ സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂടുന്നു, ഇന്ധനം അടിക്കാൻ പറ്റുന്നില്ല, പാചകവാതകം എന്നിങ്ങനെ സാധാരണ ജനജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടൊരു ഭരണം മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും സഞ്ചരിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 1.5 കോടി രൂപ മുടക്കി ഒരു ബസ് വാങ്ങുകയും മുഖ്യമന്ത്രിക്ക് ആ ബസ്സിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ബസ്സിലേക്ക് കയറുവാൻ ലിഫ്റ്റ് പിടിപ്പിക്കുന്നു, മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ റിവോൾവിംഗ് ചെയർ പിടിപ്പിക്കുന്നു എന്നിങ്ങനെയുള്ള ധൂർത്തിന്റെ ഒരു മാമാങ്ക യാത്ര ആണ് അന്ന് കേരളത്തിൽ നടന്നത്. ഇതിന്റെ ആ ധൂർത്തിനെതിരെ, മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും കരിക്കൊടി കാണിക്കുകയുണ്ടായി. ഈ കരിങ്കൊടി കാണിച്ച ഇടങ്ങളിലെല്ലാം അതിൽ ഏറ്റവും കൂടുതൽ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത് കല്യാശ്ശേരിയിലും ആലപ്പുഴയിലും തന്നെയാണ്. ആലപ്പുഴയിൽ ഇപ്പോഴത്തെ MLA ആയ തോമസ് അടക്കമുള്ള ആളുകൾക്ക് മൃഗീയമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുണ്ടായ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്നാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച ആ പ്രവൃത്തിക്ക് പേരിട്ടിരുന്നത്. അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു VD സതീശന്റെ ആദ്യത്തെ ചില തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയല്ല. കോടതി ഇക്കാര്യം അന്വേഷിക്കണം, കൃത്യമായ തെളിവുകളുണ്ട് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് എന്ന് കാണിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് അയച്ച ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പിണറായി വിജയൻ അന്ന് മുക്കിയിട്ടുണ്ടായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അന്ന് പിണറായി വിജയൻ. ഈ റിപ്പോർട്ടിന് പ്രകാരം നിയമപരമായ നടപടി മുന്നോട്ട് പോകണം, നിയമം നടക്കണം എന്ന് കാണിച്ചുകൊണ്ടാണ് ബഹുമാന്യായ മുഖ്യമന്ത്രി VD സതീശൻ അത്തരം ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇന്നിപ്പോ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലിപ്പൊളിച്ച ഈ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജാമ്യ ഹർജിയുമായി എത്തിയിരിക്കുന്നു. ഇന്ന് ആ വാദം കേൾക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിർണായകമായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നു. ഇതുവരെ ഈ രക്ഷാപ്രവർത്തനത്തോടനുബന്ധിച്ച് പറഞ്ഞു കേൾക്കാതിരുന്നൊരു കാര്യം, പോലീസുകാര് സുരക്ഷ, മുഖ്യമന്ത്രി Z+ കാറ്റഗറി സുരക്ഷ കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ വധശ്രമം ഉണ്ടായി, അതായത് ബസ്സിന് നേരെ കല്ല് വലിച്ചെറിഞ്ഞു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ വധശ്രമം ഉണ്ടായതിന്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നവർ പറയുന്നത്, തലതല്ലി പൊളിച്ചത്. ഇത്തരത്തിൽ യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ബസ് ഓടിച്ചിരുന്ന KSRTCയുടെ ഡ്രൈവറായിരുന്ന അഭിലാഷ് മൊഴി നൽകി. ബസ്സിന് നേരെ കേരളത്തിൽ എവിടെയും വെച്ച് ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, കല്ലേറുണ്ടായിട്ടില്ല. മാത്രമല്ല KSRTCയുടെ ചീഫ് എഞ്ചിനീയറായ അദ്ദേഹം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ബസ്സിന് യാതൊരു തരത്തിലുള്ള പരിക്ക്, ഒരു പോറൽ പോലും ഈ യാത്രയിൽ പറ്റിയിട്ടില്ല, ആരും ബസ് ആക്രമിച്ചിട്ടില്ല എന്നുള്ളത്. മാത്രമല്ല ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തലതല്ലിപ്പൊളിച്ച് അവരെ ചികിത്സിച്ച ഡോക്ടർമാരുടെ റിപ്പോർട്ട് കൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതായത് പോലീസിന്റെ ലാത്തിയില്ല, വലിയ മുളവടി ഉപയോഗിച്ച് തലയ്ക്കടിക്കുമ്പോൾ അത് ആയുഷ്കാലം മുഴുവൻ ഇവർ തളർന്നു കിടക്കാനുള്ള സാധ്യതയുണ്ട്, അടികൊള്ളുന്നവർ, അല്ലെങ്കിൽ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസ് വധശ്രമത്തിന് കൂടി കേസെടുത്തിരിക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിണറായി വിജയന്റെ അംഗരക്ഷകരായ പോലീസുകാർ പെട്ടിരിക്കുന്നു. പോലീസിന്റെ യെല്ലോ ബുക്കിൽ പറയുന്നത് Z+ കാറ്റഗറി സുരക്ഷയുള്ള VIP അടുത്ത് നിന്ന് മാറാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഇവർ രക്ഷാപ്രവർത്തനം നടത്തി തലതല്ലി പൊളിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന വാഹനം 700 മീറ്റർ മുന്നോട്ട് ഓടിയിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അക്ഷരാർത്ഥത്തിൽ മുൻ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്സുകാരെ തലതല്ലിപ്പൊളിച്ച ആളുകളും നിയമത്തിന്റെ മുന്നിൽ കുറ്റവാളികളായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പല കേസുകളും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ, പിണറായി വിജയന്റെ മാധ്യമ പ്രവർത്തകരോടുള്ള പകപോക്കലിന് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ള ആളെന്ന രീതിയിൽ സാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
അപ്പം ഇതിൽ വി ഡി സതീശൻ തുടരന്വേഷണം പ്രഖ്യാപിക്കല്ല ചെയ്തത്. കോടതി തുടരന്വേഷണം പ്രഖ്യാപിച്ചതാണ്. ആ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലീസ് അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം കാരണം ഇതിൻ്റെ കേസ് തുടർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ആ അന്വേഷണം നടത്തുക മാത്രമാണ്, അതിന് ഒരു ടീമിനെ ഏൽപ്പിക്കുക മാത്രമാണ്, പ്രഖ്യാപിക്കുക മാത്രമാണ് വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത്. അതായത് ഒരു കേസിൻ്റെ അന്വേഷണം ഒരു ഇല്ല, അവർക്ക് തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിൽ കൺസേൺഡ് ആയ ആളുകൾ കോടതിയെ സമീപിക്കുകയും തുടരന്വേഷണം ആവശ്യമാണ്, ഇതിൽ ഇന്ന തെളിവുകളുണ്ട്, അതിന് വീഡിയോ തെളിവുകളുണ്ട് എന്ന തെളിവ് കോടതി ഹാജരാക്കുകയും കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു ഇതിൽ വ്യക്തമായ തെളിവുകളുണ്ട്, എന്നിട്ട് പോലീസ് അത് തെളിവില്ല എന്ന് പറഞ്ഞത് കള്ളമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആലപ്പുഴ സെഷൻസ് കോടതി ഈ കാര്യത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം ഈ സംഭവത്തിൽ കൃത്യമായിട്ട് എവിഡൻസ് പൂർണ്ണമായിട്ട് മുന്നിൽ തന്നെയുണ്ട്. അതായത് ക്യാമറയിൽ പകർന്ന ഡിജിറ്റൽ തെളിവിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ആ ഡിജിറ്റൽ തെളിവ് പ്രകാരം വലിയ ദണ്ട് ഉപയോഗിച്ച് പിണറായി വിജയൻ്റെ ഗൺമാൻമാർ മൂന്നോ നാലോ പേർ ഇറങ്ങി വന്ന് അതിക്രൂരമായ രൂപത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളെ രണ്ടുപേരെ ആക്രമിക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളുകളെ ആക്രമിക്കാൻ ഇവർക്ക് യാതൊരു അവകാശമില്ല. മാത്രമല്ല, കാറിൽ നിന്ന് ഇറങ്ങി പിണറായി വിജയന് സംരക്ഷണം ഒരുക്കേണ്ട ഗൺമാൻമാരാണ് അവർ. തോക്ക് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർക്ക് വെടിവെക്കാം, അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കണം. ഇവിടെ അങ്ങനെ ഒരു സാഹചര്യമില്ല. പോലീസ് ഈ പറയുന്ന രണ്ടുപേരെയും കരിങ്കൊടി കാണിച്ചതിന് അവരെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട്. ആ കസ്റ്റഡിയിലാക്കി ഇരിക്കുന്ന ആളെ പോലീസ് അവിടെ കൃത്യമായി പ്രവർത്തിച്ച സ്ഥലത്താണ് അധികാരമില്ലാത്ത ഈ ഗൺമാൻമാർ ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി ഇവരെ ക്രൂരമായിട്ട് അടിച്ച് ശരിയാക്കുന്നത്. തലയ്ക്കടിക്കുന്നതോട് തന്നെ അത് വധശ്രമത്തിനാണ് എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ വധശ്രമത്തിന് കേസ് എടുത്തു, വധശ്രമം കൂടെ എടുത്തു എന്ന് പറയുന്ന ഒരു സംഭവമാണുള്ളത്. ഇതിൽ എവിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും അവർക്ക് ജാമ്യം കിട്ടുക പ്രയാസമായിരിക്കും. രണ്ട്, ഇതിൽ പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശങ്ങളും പ്രേരണയും അതേപോലെ അത് രക്ഷാദൗത്യമാണെന്ന് പറഞ്ഞിട്ടുള്ള കവചമൊരുക്കലും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് പിണറായി വിജയൻ കൂടെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായിക്കൊണ്ട് പ്രതിയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതിൽ ഏറ്റവും സുപ്രധാനമായ തെളിവ് വന്നിരിക്കുന്നത് പറയുന്നത് ബസ്സിനെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ബസ്സിനെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ, അതായത് കല്ലോ മറ്റുള്ള കാര്യങ്ങളോ എടുത്ത് എറിയുകയോ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാക്കുകയോ ചെയ്തു എന്നുള്ളതാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ബസ് ഡ്രൈവർ പറഞ്ഞ സ്ഥിതിക്ക് അതിൽ വളരെ കൃത്യമായിട്ട് ഒരു പ്രിക്കോഷൻ, അവർക്ക് രക്ഷപ്പെടാവുന്ന ഒരു പരിധി, ഒരു പ്രശ്നവും അതിൻ്റെ അകത്ത് വരുന്നില്ല. വലിയൊരു സാക്ഷിമൊഴിയാണല്ലോ സാറേ ബസ്സിന്റെ ഡ്രൈവർ തന്നെ പറയുമ്പോൾ. ബസ് ഡ്രൈവർ തന്നെ യാതൊരൊന്നും സംഭവിച്ചിട്ടില്ല, കരിങ്കൊടി കാണിക്കുക മാത്രമാണ് ചെയ്ത്, ആയുധം ഉപയോഗിച്ചോ കല്ലുപയോഗിച്ചോ ആക്രമിച്ചിട്ടില്ല എന്നതോടുകൂടി ആ ഭാഗം പൊളിഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോക്ടറുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറയുന്നതല്ല, സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കൊടുക്കുന്ന ഡോക്ടർ കൃത്യമായി തലയ്ക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ആള് ചലനമറ്റ് പോകും, മരിക്കാം. അപ്പൊ അത് വധശ്രമം തന്നെയാണ്. ആ വധശ്രമം എന്നുള്ളതിനുള്ള എവിഡൻസും വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ അന്വേഷണം ഏകദേശം പൂർത്തിയായ മട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് പൂർത്തിയായി കഴിഞ്ഞ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അവർ ഏത് പൊളിവിലാണ്, അവരെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്ത് അതിന്ന് വരുമ്പോൾ അനുവദിക്കുക പ്രയാസമായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ ഗുരുതരമായ ഒരു ഇഷ്യൂ ആണ്. രണ്ട് ചെറുപ്പക്കാരെ പൊതുനിരത്തിൽ വെച്ച് പ്രതിഷേധിച്ചതിന് അവരെ കയ്യിൽ ആയുധങ്ങളോ മറ്റൊന്നും തന്നെയില്ല. അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്നല്ലാതെ വേറൊരു തരത്തിലും അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർക്ക് അവകാശമാണ്, ജനാധിപത്യ അവകാശമാണ്.
ഇക്കാര്യത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. സാർ, ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അതിപ്പോൾ ആലപ്പുഴയിൽ വെച്ച് നടന്ന സംഭവമാണ് ഇപ്പോൾ ഈ കേസിന് ആസ്പദമായി പറയുന്നത്. പക്ഷേ ഈ കല്യാശ്ശേരിയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ പോലീസുകാരും ഡിവൈഎഫ്ഐക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ചെടിച്ചട്ടി ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിച്ച് തല തല്ലി പൊളിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവിട്ട ദൃശ്യങ്ങളല്ല, മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു ചടങ്ങായിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര. അപ്പോൾ അവിടെ മാധ്യമങ്ങളാണ് ഇത് പുറത്തുവിട്ടത്. അപ്പോൾ എവിടെയൊക്കെ ജനാധിപത്യപരമായ രീതിയിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെയൊക്കെ പ്രതിഷേധിക്കാൻ, കരിങ്കൊടി പ്രതിഷേധം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ടെന്നിരിക്കെ ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറി അവർ ഉപദ്രവിച്ചിട്ടുള്ളത്. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, പല സ്ഥലത്തും. കാട്ടക്കടയിൽ ഒരു സ്ത്രീ കറുത്ത ചുരിദാർ ഇട്ടുകൊണ്ട് കുട്ടികളെ സ്കൂളിലാക്കി അവിടെ വന്ന് നവകേരള സദസ്സ് കാണാൻ വേണ്ടി നിന്നതിൻ്റെ പേരിൽ ഒരു ദിവസം മുഴുവൻ അവരെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി ഇട്ട കഥകളൊക്കെ നമുക്കറിയാം. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ കരിങ്കൊടി കാണിച്ച ഒരു പ്രവർത്തകന്റെ കാലിലൂടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിന്റെ ടയർ കയറി ഇറങ്ങിയ കാല്, അത് വധശ്രമം തന്നെയായിട്ടാണ് അതും പറയുന്നത്. അയാളുടെ എല്ല് പൊട്ടി 6 മാസം ചികിത്സയിലായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെ ഇങ്ങനെ, അതായത് മുഖ്യമന്ത്രിയും കൂട്ടരും യാത്ര ചെയ്യുന്ന, നവകേരള യാത്ര നടത്തുന്ന ബസ്സിനെതിരെ പ്രതിഷേധ പ്രകടനങ്ങളുമായി വരുന്ന ആളുകളെ അസഹിഷ്ണുതാപൂർവ്വം വൈരാഗ്യ മനസ്ഥിതിയോടുകൂടി ഇല്ലായ്മ ചെയ്യുക, ഒരു ജനാധിപത്യപരമായ സമരത്തെ ജനാധിപത്യപരമായി നേരിടാതെ അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അതിക്രൂരമായി മുഖ്യമന്ത്രിയായിരുന്ന, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ നോക്കി നിൽക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള മർദ്ദനം നടത്തിയിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടാണ് കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ആദ്യം തയ്യാറാക്കുമ്പോൾ ADGP ആയിരുന്ന, ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ ഈ രേഖകൾ മാറ്റി മറിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഇത് കോടതിയുടെ മുമ്പിൽ എത്തുമ്പോൾ തീർച്ചയായും ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അന്ന് പിണറായി വിജയന് കൂടി അത് കൂടുതൽ ദോഷത്തിലേക്ക് പോകില്ലേ? മറ്റൊരു സംശയം എനിക്കുള്ള സാറേ, ഇപ്പോൾ പോലീസിന്റെ യെല്ലോ ബുക്കിൽ പറയുന്നുണ്ട് Z+ കാറ്റഗറിയുള്ള VIP സുരക്ഷ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ VIP അടുത്തുനിന്ന് മാറാൻ പാടില്ല, മാറുകയാണെങ്കിലും VIP കൃത്യമായ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇങ്ങനെയെങ്കിൽ ഈ നവകേരള യാത്രയിൽ ഈ തോമസ് അടക്കമുള്ള, ഇപ്പോഴത്തെ ആലപ്പുഴ MLA തോമസ് അടക്കമുള്ള ആളുകൾ തല്ലിച്ചതയ്ക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം 700 മീറ്റർ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ കൃത്യവിലോപമുണ്ട്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വകുപ്പ് തല നടപടികൾക്ക് കൂടി ഇത് കാരണമാകില്ലേ? അല്ല, തീർച്ചയായിട്ടും അവർക്കാരെ വകുപ്പ് നടപടി ആയിക്കഴിഞ്ഞല്ലോ. അപ്പം ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് 1000-700 മീറ്റർ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരെ സുരക്ഷാ സംവിധാനത്തിൽ ഭയങ്കര പാളിച്ച വന്നു എന്നുള്ളതാണ്. ഇവർക്ക് ഇറങ്ങി ഇവരെ അടിക്കാനോ മറ്റുള്ള മർദ്ദിക്കാനോ ഉള്ള അവകാശമില്ല, മാത്രമാണ് പോലീസ് ഉണ്ട്. അപ്പോൾ അവര് ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് ചെയ്തത്. കല്യാശ്ശേരിയിൽ ഉണ്ടായത് ഡിവൈഎഫ്ഐക്കാരടക്കം ചേർന്നുകൊണ്ടാണ് ഈ കാര്യം നടന്നത്. അവിടെ ഏറ്റവും വലിയ നമ്മളെ മനസ്സിലുള്ള ദുരന്തം എന്ന് പറയുന്നത് ആ അവിടെയുള്ള ചെറുപ്പക്കാരെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ രക്ഷാദൗത്യമാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച പിണറായി വിജയനാണ് അതിന്റെ യഥാർത്ഥ പ്രതി. കാരണം അദ്ദേഹത്തിന് ഇതൊരു ഒരു സന്തോഷമാണ്, എതിരാളികളെ അടിക്കുന്നത് ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, TP ചന്ദ്രശേഖരനെ കൊല്ലുകയല്ല, ആ മുഖത്ത് 52 വെട്ട് വെട്ടി വികൃതമാക്കുമ്പോഴാണ് പിണറായി വിജയൻ സന്തോഷിക്കുന്നത്. ക്രൂരമായ കൊലപാതകം നടപ്പിലാക്കി. അപ്പൊ എത്രമാത്രമാണ് ആ കൊട്ടേഷൻ ടീമിനുള്ള നിർദ്ദേശം? അതായത് ഒരാളെ കൊല്ലുമ്പോൾ അയാളെ കൊല്ലുകയല്ല, ഒറ്റ വെട്ടിന് കൊല്ലാൻ പറ്റും, വെട്ടി 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 കൊല്ലണം എന്നുള്ളതാണ്. അങ്ങനെ പിണറായി വിജയൻ അങ്ങനെ ഒരു ആനന്ദം കണ്ടെത്തുന്ന ആളാണ്. പിണറായി വിജയൻ അല്ലാതെ ഇങ്ങനെയൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു നേതാവ് കേരളത്തിലില്ല. കാരണം അത്രയും ഭീകരമായ മനസ്സാണ്, ചോര കുടിക്കുന്ന ഡ്രാക്കുളയുടെ മനസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത്. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നവകേരള യാത്രയിൽ ഉടനീളം അദ്ദേഹം കാണിച്ചുള്ളത്. ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അവരെ ഈ വിധത്തിൽ അടിച്ച് അവരെ തലമണ്ട അടിച്ചു പൊളിച്ച് അങ്ങനെ അവരെ ജീവിതകാലം മുഴുവൻ നരകയാതന അനുഭവിക്കുന്ന രൂപത്തിലാക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ. അത് കണ്ട് രസിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ഹെൽമെറ്റ് ഉപയോഗിച്ചും ചെടിച്ചട്ടി കൊണ്ട് ഉപയോഗിച്ചും യുവാക്കളെ തലയടിച്ച് പൊട്ടിക്കുമ്പോൾ അവർക്ക് ജീവിതകാലം എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇവിടെ ദണ്ട് കൊണ്ട് ഇങ്ങനെ 3-4 പേര്
ഒരുമിച്ച് അടിക്കല്ലേ, തലയ്ക്കടി കെട്ടിക്കഴിഞ്ഞാൽ ഉറപ്പല്ലേ ആള് തളർന്നു പോകുന്നു. ഭാഗ്യം കൊണ്ട്, അവരുടെ ഭാഗ്യം കൊണ്ടാണ് അവര് MLA വരെ എത്തിയത്. അല്ല, അപ്പോഴേ തന്നെ തലയൊക്കെ പൊട്ടി ചോര ഒലിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു ഈ തോമസിന്റെ. അതെ, അത് ആ ഭീകരമായ ദൃശ്യം നമ്മൾ കണ്ട് ഞെട്ടിയിട്ടുള്ളതാണ് കേരളം മുഴുവൻ. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അതിക്രൂരമായ ഒരു രംഗമാണ് കേരളം അന്ന് ദൃക്സാക്ഷിയത്. ആ പിണറായി വിജയൻ എന്താണ് എന്ന് ഈ യാത്ര കൊണ്ട് അദ്ദേഹം തെളിയിച്ചു. അതേ ജനങ്ങളുടെ ഉന്നമനമല്ല, പകരം തനിക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ അടിച്ച് ശരിയാക്കി അവരെ ഇല്ലാതാക്കുക മാത്രമല്ല അത് കണ്ട് ആനന്ദിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തം കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്. തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള കാലിലൂടെ ഈ പറയുന്ന രക്ഷാദൗത്യം, ഈ പറയുന്ന ഗൺമാൻമാർ തന്നെ കാറ് ആണ് കയറ്റി അതൊരു റൈറ്റിലേക്ക് തിരിച്ച് പെട്ടെന്ന് റൈറ്റിലേക്ക് തിരിച്ചിട്ടാണ് പ്രവർത്തകന്റെ കാലിൽ കൂടെ കയറിപ്പോയത്. കാലിലെ അസ്ഥി അപ്പോൾ തന്നെ പൊങ്ങി പോവുകയുണ്ടായി. അപ്പൊ ഇത് കാണിക്കുന്നത് യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ പ്രതിയാക്കിക്കൊണ്ട് കൃത്യമായി കേസ് മുന്നോട്ട് പോകണം. അത് നിലനിൽക്കുന്നതാണ്. കാരണം പ്രേരണാ കുറ്റം എന്ന് പറയുന്ന ഒരു കുറ്റമുണ്ട്, അത് ഗൂഢാലോചനയാണ്. അപ്പൊ അതിൽ ഇവര് ആരെന്ത് കുറ്റം ചെയ്ത് ഏത് ശിക്ഷയാണോ അത് പിണറായി വിജയൻ കൂടി അനുഭവിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ശരിക്കും നിയമം അനുശാസിക്കുന്നത് അതാണ്. എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി വരുന്നു എന്നുള്ളത് ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്നു. കൃത്യമായി ഇതിൽ പ്രതികൾക്കെതിരെ അനവധി തെളിവുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. കോടതി നീതിയുക്തമായ തീരുമാനം കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.